പാർട്ടുകൾ ഡിസ്കസ് ചെയ്തപ്പോൾ 200 ചോദ്യങ്ങളാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. 10 പാർട്ടിലായിട്ട് 200 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. പക്ഷേ അവിടെ ഞാൻ PDF ക്രമീകരിച്ച സമയത്ത് എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റിയായിരുന്നു. അത് 166ാമത്തെ ക്വസ്റ്റിന് ശേഷം ഞാൻ 166 കഴിഞ്ഞ് 177, 178, 179 ഇങ്ങനെയാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ നമ്പർ 8 പോയത്. അങ്ങനെ നമുക്കൊരു 10 ക്വസ്റ്റ്യൻ എന്തായിട്ടുണ്ട്, മിസ്സായിപ്പോയി. അതുകൊണ്ട് ഒരു 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു PDF ക്രമീകരിച്ചിട്ടുള്ളത്. ആ PDF-ന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിസ്കഷനും കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാനൊരു കാര്യം കൂടെ പറയാം. വെൽഡർ ട്രേഡ്സ്മാന്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ എക്സാം എഴുതുന്നവരുടെ എണ്ണം ഇനിയും കുറയും. 10,000 പേരോ ഒക്കെ എക്സാം എഴുതത്തുള്ളൂ. അതിൽ കുറവൊക്കെ ആവാനാണ് സാധ്യത കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലൊരു അവസരമാണ്. 10, 40, 50 ഒക്കെ വരെ ഒഴിവുകൾ വരുന്ന സമയത്ത് ഒരു ഗോൾഡൻ ചാൻസ് ആണ്. അത് പ്രത്യേകം മൈൻഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി വളരെ കുറഞ്ഞ സമയം, അതായത് ഈ ഡിസംബർ മാസം, ജനുവരി, ഫെബ്രുവരിൻ്റെ പകുതി, അതായത് കറക്റ്റ് 2 മാസമേ ഉള്ളൂ. കറക്റ്റ് ഈ 60 ദിവസം നിങ്ങൾ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് എത്രത്തോളം കഷ്ടപ്പെടുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വെൽഡറായിട്ട് വർക്ക് ചെയ്താലും വെൽഡർ തന്നെയാണ്, ഗവൺമെന്റ് ആയിട്ട് വെൽഡറായിട്ട് വർക്ക് ചെയ്താലും എന്ത് തന്നെയാണ്, വെൽഡറാണ്. അപ്പം ട്രേഡ്സ്മാൻ്റെ സമയത്ത് വരുവാണെന്ന്, ട്രേഡ്സ്മാൻ ലൈഫ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം ശാരീരിക അധ്വാനം ഇല്ല. ഓക്കെ, പിന്നെ വരുന്ന സമയത്ത് പ്രൈവറ്റ് മേഖലയിലെ പോലെ അല്ല. വെൽഡിങ് ഒരു ജോബ് ഗവൺമെന്റിൽ കിട്ടുന്ന സമയത്തേക്ക്, ഇപ്പൊ ട്രേഡ്സ്മാന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള സാധ്യതകൾ, നമുക്ക് വർഷത്തിൽ നമുക്ക് പ്രൊമോഷൻ സാധ്യതകൾ, അല്ലെങ്കിൽ നമുക്ക് മറ്റ് അവസരങ്ങൾ, നമുക്ക് പിന്നെയും എന്താണ്, നമ്മുടെ ITA എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ മാറി നമ്മളൊരു ഡിപ്ലോമ എടുക്കാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഡിപ്ലോമ എടുക്കാനുള്ള ഒരു കാര്യങ്ങൾ പരിഗണിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല നമ്മുടെ ലൈഫ് കുറച്ചുകൂടി നല്ലൊരു രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഈ എക്സാം നമ്മൾ ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ പെൻഡിങ് ആയിട്ടുള്ള 10 ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇൻ electro slag welding, the thick plate to be joined are kept in vertical position and the electrode filler wire is fed into the molten slag. In which position the welding take place in electro slag welding? അതായത് ഇൻ ഇലക്ട്രോസ്ലാഗ് വെൽഡിങ് ദ തിക് പ്ലേറ്റ് ടു ബി ജോയിൻഡ് ആർ കെപ്റ്റ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ. ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്ങിൽ എന്താണ്, ജോയിൻ ആകേണ്ട കട്ടിയുള്ള തിക്കായിട്ടുള്ള പ്ലേറ്റുകൾ വെർട്ടിക്കൽ പൊസിഷനിലേക്ക് കെപ്റ്റ് എന്താണ് വെച്ചിട്ട് ഇലക്ട്രോഡ് ഫില്ലർ വയർ മോൾട്ടൻ സ്ലാഗിലേക്ക് നൽകുകയും ചെയ്യുന്നു, ഫീഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇൻ വിച്ച് പൊസിഷൻ ദ വെൽഡിംഗ് ടേക്ക് പ്ലേസ് ഇൻ ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ്? ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്ങിൽ ഏത് സ്ഥാനത്താണ് വെൽഡിംഗ് നടക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ വെർട്ടിക്കൽ ആണ് നമ്മുടെ എന്താണ് പറയുക ആൻസർ കീ എന്ന് പറയുന്നത്. In electroslag welding, the thick plate to be joined are kept in vertical position and the electrode filler wire is fed into the molten slag. അപ്പോൾ ഈ ഡിസ്കഷൻ കൂടി കഴിയുമ്പോഴത്തേക്കിനും 200 ചോദ്യങ്ങളുടെയും എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സർവേ എന്ന് പറയുന്ന ആ മറ്റേ ആപ്ലിക്കേഷൻ വഴിയാണ് ഇത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 200 നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ക്ലാസ് കാണുമ്പോഴായിരുന്നാലും PDF മാത്രം നിങ്ങൾ നോക്കുമ്പോഴായിരുന്നാലും അതിൽ ആൻസർ കീ ഉണ്ട്. അതുകൊണ്ട് അതിനകത്തേക്ക് നമ്മുടെ കണ്ണ് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമേ പറ്റൂ. അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർക്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, അതിൽ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് എത്ര മാർക്കാണോ അതിൽ കിട്ടിയത്, ആ മാർക്കിൽ നിന്നും തെറ്റായിട്ടുള്ള ഉത്തരത്തിന് ഓരോ ഉത്തരത്തിനും 0.33 കുറച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതാണ് അങ്ങനെയാണ് PSCയിൽ സംഗതി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. In vertical position, the welding take place in electroslag welding. Electroslag welding is used mainly to join low carbon steel plate and section that are very thick. So അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഡിഫക്റ്റ് ജനറലി ഒക്യൂർ ഇൻ സബ്മെർജ്ഡ് ആർക്ക് വെൽഡിംഗ് വൈൽ വെൽഡിംഗ് വിത്ത് വെരി ഹൈ കറണ്ട്? അതായത് വളരെ ഉയർന്ന കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് സബ്മെർജ്ഡ് ആർക്ക് വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് ജനറലി വാട്ട് ഡിഫക്റ്റ് ആണ് ജനറലി, ഏത് ഡിഫക്റ്റ് ആണ് ജനറലി ഉണ്ടാകുന്നത്?
ബ്ലോ ഹോൾസ്, അണ്ടർ കട്ട്സ്, സ്ലാഗ് ഇൻക്ലൂഷൻ, ലാക്ക് ഓഫ് ഫ്യൂഷൻ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, വെരി ഹൈ കറണ്ട് ആണ്. ഓക്കെ, അപ്പോൾ വെരി ഹൈ കറണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെന്ന് പറയാം, അത് അണ്ടർ കട്ടിംഗ് ഡിഫക്റ്റ് ആണെന്ന് പറയാം. അണ്ടർ കട്ടിംഗ് ഇസ് എ ഡിഫക്റ്റ് ദാറ്റ് അപ്പിയർ ആസ് എ ഗ്രൂവ് ഇൻ ദ പാരന്റ് മെറ്റൽ ഡയറക്ട്ലി അലോങ് ദി എഡ്ജസ് ഓഫ് ദി വെൽഡ്. ഓക്കെ, അണ്ടർ കട്ടിങ് എന്നാണ് ഇസ് എ ഡിഫക്റ്റ് ദാറ്റ് അപ്പിയർ, എവിടെയാണ് അത് കാണുന്നത്, ആസ് എ ഗ്രൂവ് ഇൻ ദി പാരന്റ് മെറ്റൽ ഡയറക്ട്ലി അലോങ് ദി എഡ്ജ് ഓഫ് ദ വെൽഡ്, വെൽഡിന്റെ എഡ്ജിൽ ആ ഒരു പാരന്റ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെൽഡ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ, ഇതാണ് ആ മെറ്റീരിയൽ. അപ്പോൾ അവിടെ ഗ്രൂവ് പോലെ ഒരു ഡിഫക്റ്റ് എന്ത് ചെയ്യുന്നു, പാരന്റ് മെറ്റലിന്റെ വെൽഡ് എഡ്ജസിലൊക്കെ ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഡിഫക്റ്റ് ആണ്. അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അണ്ടർ കട്ടിംഗ് ഡിഫക്റ്റ്. ഓക്കെ, ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഫിഗറൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ വൺ റീസൺ ഫോർ ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ഈസ് എക്സസീവ് കറണ്ട് causing the edges of the joint to melt and drain into the weld. This leave a drain-like impression along the length of the weld. അപ്പോൾ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസീവ് കറണ്ട് ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പറയുന്നുണ്ട്. അടുത്തത് ഇൻ ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിന്റെ കേസസ് ആണ് പറയുന്നത്. ഇൻ ഇലക്ട്രോൺ ബീം വെൽഡിങ് ടു എലിമിനേറ്റ് ദ ഡിഫക്ട് പൊറോസിറ്റി വിച്ച് ഹാസ് ടു ബി അഡ്ജസ്റ്റഡ്. ഇവിടെ എന്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിന്റെ ഡിഫക്റ്റ് ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിനെ പൊറോസിറ്റി എന്ന ഡിഫക്റ്റിനെ എലിമിനേറ്റ് ഒഴിവാക്കാനായിട്ട് പറ്റുന്നത്. സോ ഫൈനൽ ആൻസർ കീ പ്രകാരം ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഡിഫ്ലക്ഷൻ ആണ്. ഒരു 3 തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇത് കണ്ടതിൽ 3ലും ഡിഫ്ലക്ഷൻ തന്നെയാണ് അവിടെ ഫൈനൽ കീ പ്രകാരം കൊടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലും ആൻസർ കീ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ഡിഫ്ലക്ഷൻ തന്നെയാണ് കേട്ടോ. ഡിഫ്ലക്ഷൻ ഇൻ ഇലക്ട്രോൺ ബീം വെൽഡിങ് ടു എലിമിനേറ്റ് ദ ഡിഫക്ട് പൊറോസിറ്റി, ഡിഫ്ലക്ഷൻ ഹാസ് ടു ബി അഡ്ജസ്റ്റഡ്. ഓക്കെ, ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് in MIG or MAG welding, filler wire is used. Why the filler wire is copper coated? ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ മിഗ് മാഗ് വെൽഡിങ്ങിൽ ഫില്ലർ വയർ യൂസ് ചെയ്യുമ്പോൾ ആ ഫില്ലർ വയർ കോപ്പർ കോട്ട് ചെയ്യുന്നതിനുള്ള റീസൺ ആണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ഒരു ഗുണം അല്ലെങ്കിൽ ഇവിടെ ഇതിൽ ഏത് ഓപ്ഷനാണ് അവിടെ കൂടുതൽ സ്യൂട്ട് ആവുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇൻ മിഗ് or mag welding filler wire യൂസ് ചെയ്യുമ്പോൾ the filler wire is copper coated to prevent rust എന്ന് പറയുമ്പോൾ തുരുമ്പ്. Okay, in this process the arc is formed between continuous automatically fed metallic consumable electrode and welding job in an atmosphere of inert gas and hence this is called metal inert gas. അപ്പോൾ ഈ മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിങ് എന്ന് പറയുമ്പോൾ ഒരു ഇനർട്ട് ഗ്യാസിന്റെ അറ്റ്മോസ്ഫിയറിൽ ആ ഒരു ഇലക്ട്രോഡിനും അതുപോലെ തന്നെ വെൽഡിംഗ് ജോബിനും ഇടയിലായിട്ട് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫോം, അങ്ങനെയാണ് അവിടെ വെൽഡിങ് അങ്ങനെ ഫോം ആയി പിന്നീട് അവിടെ എന്താണ് വെൽഡിംഗ് ഒക്കെ നടക്കുന്ന ഒരു പ്രോസസ് ആണ്. സോ അതുകൊണ്ടാണ് ഇനർട്ട് ഗ്യാസിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടില്ലേ, സോ അതുകൊണ്ടാണ് ഇതിനെന്ന് പറയുന്നത് ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിംഗ് എന്നല്ലെങ്കിൽ മെറ്റൽ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞ മിഗ് വെൽഡിംഗ് പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനർട്ട് ഗ്യാസ് അവിടെ പ്രധാനമായിട്ടും നിർവഹിക്കുന്ന കർത്തവ്യം എന്താണെന്നുള്ളത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ട്രേഡ്സ്മാന്റെ സിലബസ് കൂടിയാണ്. ഓക്കെ, അതായത് വെൽഡിംഗ് ഡിഫക്റ്റുകളെ അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന വ്യത്യസ്ത തരം മെറ്റീരിയൽ ടെസ്റ്റിങ്ങിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഗൈഡഡ് ബെൻഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ. ഗൈഡഡ് ബെൻഡ് ടെസ്റ്റ് നമ്മൾ എന്ത് ഡിറ്റർമൈൻ ചെയ്യും, കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഡക്റ്റിലിറ്റി ആണോ, അതോ ഇമ്പാക്ട് വാല്യൂ ആണോ, ടെൻസൈൽ സ്ട്രെങ്ത് ആണോ, പെർസെൻറ്റേജ് ഓഫ് എലോങ്ങേഷൻ ആണോ? ആൻസർ എന്ന് പറയുന്നത് ഗൈഡഡ് ബെൻഡ് ടെസ്റ്റ് provide a quality control check that help determine the ductility of a weld metal at the face and root of the weld joint. ഫേസ് റൂട്ടിലൊക്കെയുള്ള വെൽഡ് മെറ്റലിന്റെ ആ ഒരു ഡക്റ്റിലിറ്റിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്വാളിറ്റി കൺട്രോൾ പ്രോസസ് ആണ് ബെൻഡ് ടെസ്റ്റ് എന്നുള്ളതാണ്. ദെൻ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ the fusion is produced by the heat obtained from a concentrated beam composed primarily of. ആൻസർ എന്ന് പറയുന്നത്
ഇലക്ട്രോ ബീം വെൽഡിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫ്യൂഷൻ വെൽഡിംഗ് പ്രോസസ് വെയറിൻ കോളസൻസ് അഥവാ ഒത്തുചേരൽ എന്നാണ് ആ ഒരു ടേമിന്റെ കൃത്യമായിട്ട് അതിന്റെ മാത്രമായിട്ട് അർത്ഥം വരുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹീറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ബീം കമ്പോസ്ഡ് ഓഫ് ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസ്. ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസുകൾ അടങ്ങിയ കോൺസെൻട്രേറ്റഡ് ബീമിൽ നിന്ന് ലഭിക്കുന്ന ഒരു താപം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഒത്തുചേർക്കുന്ന ഒരു ഫ്യൂഷൻ വെൽഡിംഗ് പ്രക്രിയയാണ് ഇലക്ട്രോ ബീം വെൽഡിംഗ് എന്നുള്ളത് കൊണ്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതൊരു ഫ്യൂഷൻ വെൽഡിംഗ് പ്രക്രിയയാണ്. ഇലക്ട്രോ ബീം വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഫ്യൂഷൻ വെൽഡിംഗ് പ്രക്രിയയാണ്. അവിടെ എങ്ങനെയാണ് മെറ്റീരിയലുകൾ തമ്മിൽ ഒത്തുചേരുന്നത് അല്ലെങ്കിൽ കൂട്ടി യോജിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസുകളിൽ അടങ്ങിയ കോൺസെൻട്രേറ്റഡ് ബീമിൽ നിന്ന് ലഭിക്കുന്ന ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ആ ഒരു കൂട്ടിയോജിക്കൽ അല്ലെങ്കിൽ ഒത്തുചേരൽ അല്ലെങ്കിൽ മെറ്റീരിയലുകൾ തമ്മിൽ യോജിക്കുന്നത് വെൽഡിംഗ് നടക്കുന്നത്. ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോ ബീം വിച്ച് ഈസ് ഹിറ്റിംഗ് ദ സർഫസ് ഓഫ് ദ വർക്ക് പീസ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു ഹീറ്റ് എനർജി. വർക്ക് പീസിന്റെ ഉപരിതലത്തിൽ പതിക്കുന്ന ഇലക്ട്രോൺ ബീമിന്റെ ഗതികോർജ്ജം താപോർജ്ജമായി പരിവർത്തനം ചെയ്യപ്പെടും. ഗതികോർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോ ബീം വിച്ച് ഈസ് ഹിറ്റിംഗ് ദ സർഫസ് ഓഫ് ദ വർക്ക് പീസ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു ഹീറ്റ് എനർജി. അതായത് കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ബീം വിച്ച് ഈസ് ഹിറ്റിംഗ് ദ സർഫസ്, ആ ഒരു വർക്ക് പീസിന്റെ സർഫസിലേക്ക് ഹിറ്റിംഗ് ചെയ്യുന്നതായിട്ടുള്ള ഇലക്ട്രോൺ ബീമിന്റെ കൈനറ്റിക് എനർജിയാണ് എന്തായിട്ട് ഹീറ്റ് എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യപ്പെടുന്നത്. ഡ്യൂ ടു ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസ് ബീം ഹൈ ഡെപ്ത് ഓഫ് വെൽഡ് ക്യാൻ ബി പെർഫോംഡ് ബൈ യൂസിങ് ദിസ് ടെക്നിക്ക്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ദ കറണ്ട് റേഞ്ച് ടു വെൽഡ് 6.3 mm ഡയമീറ്റർ വയർ ഇൻ സബ്മെർജ്ഡ് ആർക്ക് വെൽഡിംഗ് ഈസ് ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. 1.6 ആണെന്നുണ്ടെങ്കിൽ 150 to 350 ആംസ് ആണ്. 3.2 ഡയമീറ്റർ വരുമ്പോൾ 250 to 800 ആണ്. 6.3 വരുന്ന സമയത്ത് 650 to 1350 അതായത് 1350 ആണ്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുമ്പം ഇവിടെ ചോദിച്ചിട്ടുള്ളത് 6.3 ആണ്. 6.3 650 1350 ആണ്. സോ ഇവിടെ 650 എക്സാക്ട് ഇല്ലാന്നെങ്കിൽ 700 1350. സോ ഇങ്ങനെ ഓപ്ഷനിൽ ചെറിയ ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം കേട്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്, ഈ റേഞ്ചുകൾ വരുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഡിഫക്റ്റ് ക്യാൻ ബി ഫൗണ്ട് ബൈ വിഷ്വൽ എക്സാമിനേഷൻ ഓഫ് ദി വെൽഡ് ജോയിന്റ്. വിച്ച് ഡിഫക്റ്റ് ക്യാൻ ബി ഫൗണ്ട് ബൈ വിഷ്വൽ എക്സാം, അതായത് വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറയില്ലേ, അപ്പോൾ അത് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി മിസ്അലൈൻമെന്റ് ഓഫ് പാർട്ട് ആണ് ആൻസർ. സം വെൽഡിംഗ് ഡിഫക്റ്റ് ക്യാൻ റിവീൽഡ് ബൈ വിഷ്വൽ ഇൻസ്പെക്ഷൻ, അതായത് വിഷ്വൽ ഇൻസ്പെക്ഷനിലൂടെ നമുക്ക് നോക്കാൻ പറ്റുന്ന കുറച്ച് ഡിഫക്റ്റ് ആണ്. ഒന്ന് ക്രാക്ക്, എക്സ്റ്റേണലി ഉണ്ടാകുന്ന ക്രാക്ക്, അണ്ടർ ഫില്ല്, മിസ്അലൈൻമെന്റ് ഓഫ് പാർട്സ്, ലാക്ക് ഓഫ് സൈഡ് വാൾ ഫ്യൂഷൻ, ആർ സ്ട്രൈക്ക്, സ്പാറ്റേഴ്സ്, അണ്ടർകട്ട്, സർഫസ് പോറോസിറ്റി, ഓവർലാപ്പ് എന്നിവയൊക്കെ നമുക്ക് വിഷ്വൽ ഇൻസ്പെക്ഷനിലൂടെ കണ്ടെത്തുവാൻ കഴിയുന്ന കുറച്ച് ഡിഫക്റ്റുകളാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് in MIG or MAG welding a long stick out distance will give the result of. in MIG അല്ലെങ്കിൽ MAG വെൽഡിങ്ങിൽ a long stick out distance will give the result of. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി MIG or MAG വെൽഡിംഗ് ഈസ് എ വെർസാറ്റൈൽ. ഈ വെർസാറ്റൈൽ എന്ന് പറയുന്നതിന്റെ ടേം പലയിടത്തും കാണാറുള്ളതാണ്. വ്യത്യസ്ത അല്ലെങ്കിൽ ബഹുമുഖമായിട്ടുള്ള, ഈ ലെയ്ത്ത് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, അതായത് ടർട്ട് ലേത്ത് എന്നൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കിനും അവിടെ നിന്നാണ് വ്യത്യസ്തമായിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ കഴിയുന്ന ലേത്തായിരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വർക്ക് ടൂളുകളെയൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ലേത്തായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ വെർസാറ്റൈൽ എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ബഹുമുഖമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ വരുന്ന ഒരു ടേമാണ്. MIG or MAG welding is a versatile technique suitable for both thin sheet and thick section of compound. തിന്നായിട്ടുള്ള തിക്കായിട്ടുള്ള കോമ്പൗണ്ടുകൾക്ക് വേണ്ടിയിട്ട് ഇതിന് രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെർസാറ്റൈൽ ആയിട്ടുള്ള ബഹുമുഖമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു വെൽഡിംഗ് ടെക്നിക്കാണ് MIG അല്ലെങ്കിൽ MAG വെൽഡിംഗ് എന്ന് പറയുന്നത്. വയർ സെർവാസ് ബോത്ത് ഹീറ്റ് സോഴ്സ് ആൻഡ് ഫില്ലർ മെറ്റൽ ഫോർ ദ വെൽഡിംഗ് ജോയിന്റ്. വെൽഡിംഗ് ജോയിന്റിന് താപസ്രോതസ്സായിട്ടും ഫില്ലർ ലോഹമായിട്ടും വയർ പ്രവർത്തിക്കുന്നുണ്ട്. വയർ സെർവാസ് ബോത്ത് ഹീറ്റ് സോഴ്സ് ആയിട്ടും അതുപോലെ ഫില്ലർ മെറ്റൽ ഫോർ ദ വെൽഡ് ജോയിന്റ് ആയിട്ടും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. മെറ്റൽ റഫ് എ ലോങ് സ്റ്റിക്ക് ഔട്ട് ഡിസ്റ്റൻസ് വിൽ ഗിവ് ദ റിസൾട്ട് ഓഫ് വെൽഡ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വെൽഡ് മെറ്റൽ റഫ്. ദെൻ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്
ഒരു ഹോംവർക്കാണ്. വിച്ച് ഓപ്പറേറ്റിംഗ് വേരിയബിൾ ഇൻ സബ്മെർജ്ഡ് ആർക്ക് വെൽഡിംഗ് കൺട്രോൾ ദ ആർക്ക് ലെങ്ത്. ഇത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ പാർട്ടിൽ, പ്രീവിയസ് ക്ലാസ്സിൽ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. സോ അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇതൊരു പെട്ടെന്ന് നിർമ്മിച്ചെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. മറ്റേ 20 ചോദ്യങ്ങൾ അല്ല 100 ചോദ്യങ്ങളാക്കുന്ന സമയത്ത് 10 ചോദ്യങ്ങൾ 200 ചോദ്യം ആക്കുന്ന സമയത്ത് 10 ചോദ്യം വിട്ടുപോയത് ശരിക്കും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇതുകൂടി ആയപ്പോൾ 200 ചോദ്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ എന്താണ് പ്രീമിയം ഗ്രൂപ്പ് വഴിയായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ തന്നെയാണ് ഉണ്ടാവുന്നത്. ഇനിയും കുറേ പാർട്ടുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ 1500 എന്ന ടാർഗറ്റ് നമുക്ക് പൂർത്തിയാക്കണം. അതിനുശേഷം പിന്നെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്യാം. എന്തായിരുന്നാലും അതിലേക്ക് ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ എടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജ് ചെയ്താൽ മതിയാവുന്നതാണ്. ജസ്റ്റ് ടീമാൻ വെള്ളറിനോ അല്ലെങ്കിൽ വെള്ളർ PYQന്നോ എന്തെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് ചെയ്ത് തരാം. ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.